അങ്ങനെ ഫൈനലി സ്ക്വിഡ് ഗെയിം സീസൺ 3 കണ്ടു തീർത്തു. ഒരുപാട് കണ്ടന്റ്സ് കാണാനുണ്ടായിരുന്നു, ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. ഞാൻ ഇതിന്റെ ഫസ്റ്റ് സീസൺ മാത്രമേ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പലതും ഞാൻ മറന്നുപോയി. അന്തക്കാലത്ത് 2021 കൊറോണ ടൈമിൽ കണ്ടതാണ്. ബേസിക് പ്ലോട്ട് അല്ലാതെ ബാക്കി ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാം മറന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് സീസൺ തന്നെ ഇറങ്ങിയപ്പോഴും പോയി കാണാതിരുന്നതും റിവ്യൂ ചെയ്യാതിരുന്നതും. സോ S1 ഒന്ന് നന്നായിട്ട് റീക്യാപ്പ് എടുക്കേണ്ടി വന്നു. പിന്നെ സെക്കൻഡും തേർഡും കൂടെ ഒരുമിച്ചിരുന്ന് ഇത്തവണ കണ്ടു തീർക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വേറെ ഓരോ ജോലികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ലേറ്റ് ആയതാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൊറിയൻ സർവൈവൽ ത്രില്ലർ സീരീസ് സ്ക്വിഡ് ഗെയിം സീസൺ 3 കുറിച്ചാണ്. ഇത് സ്യോങ് ജി ഹുന്റെ കഥയാണ്. പണത്തിന് വേണ്ടി അദ്ദേഹം ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നതാണ് ഇതിന്റെ പ്ലോട്ട്. സെക്കൻഡ് സീസൺ തീർന്ന ഇടത്തു നിന്ന് തന്നെയാണ് ഇതിന്റെ തേർഡ് സീസൺ ആരംഭിക്കുന്നത്. സ്ക്വിഡ് ഗെയിമിന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർ, അവരുടെ ജീവൻ, അതും അല്ലെങ്കിൽ കോടിക്കണക്കിന് പണം, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഭീകരമായ സങ്കടകരമായ സിറ്റുവേഷനിൽ മനുഷ്യർ എത്തുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ജീവനും കൂടി പണയത്തിലാണെന്നുള്ളത് വേറെ കാര്യം. സോ ഓരോ മെമ്പേഴ്സും എടുക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇതിന്റെ കാതൽ. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന ഡയലോഗ് ആക്ച്വലി ഇതിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ കഥയ്ക്കാണ് പക്കാ മാച്ച്. ഇതിലും 3 ഗെയിമാണുള്ളത്. എല്ലാം അന്യായമാണ്, ഇന്റൻസ് ആണ്, ഡെഡ്ലി ആണ് 3 ഗെയിംസും. ഇതിന്റെയൊക്കെ ഐഡിയ ഇങ്ങനെ ആലോചിക്കാൻ, ഇതിങ്ങനെ എഴുതാൻ തോന്നിയവന്റെ തലയ്ക്കാണ് എന്താ പറയാ ഒരു അടി കൊടുക്കേണ്ടത്. എന്തൊരു ഭീകരമായ ചിന്തയൊക്കെയാണ്, എന്തൊരു ഐഡിയാസ് ആണ്. 3 ഗെയിമും ഭീകരവും കിടവുമാണ്, സെക്കൻഡ് വൺ പ്രത്യേകിച്ചും. ആൻഡ് 3 ഗെയിമിലും നല്ല ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. പല ക്യാരക്ടേഴ്സും എലിമിനേറ്റ് ആകുമ്പോഴും നമുക്കൊരു വലിയ സങ്കടം ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ എൻഡിങ്ങിനെ കുറിച്ച് 2 അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എനിക്കിത് പെർഫെക്റ്റ് ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ ഇത് തീർക്കാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഇവർക്ക് ഇത് അടുത്തൊരു സീസൺ വേണമെങ്കിൽ ഇറക്കാം. പക്ഷെ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലായിരിക്കും അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുക എന്നുള്ളൊരു ഹിന്റ് നൽകിയാണ് തീരുന്നത്. എങ്കിൽ പോലും ഈ സീരീസിലുള്ള പല ക്യാരക്ടേഴ്സിനോടുള്ള നമ്മുടെ ഒരു ഇഷ്ടവും താല്പര്യവും കൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത സീസൺ അവർ ആഗ്രഹിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പെർഫോമൻസിൽ ഈ ഫുൾ സീരീസിന്റെ തന്നെ കരുത്താണ് ലീ ജങ് ജെയുടെ നായക കഥാപാത്രം. പുള്ളിയുടെ പെർഫോമൻസും ഗംഭീരം തന്നെയാണ്. പുള്ളി ഇതിലും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ സീസൺ കഴിയും തോറും പുള്ളിയുടെ ആക്ടിങ്, പെർഫോമൻസ് കൂടുതൽ ഇന്റൻസ് ആകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ ഈ സീസണിൽ സെക്കൻഡ് സ്ട്രോങ് ക്യാരക്ടർ ഇതിലെ ആ ഒരു അമ്മ കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുക. അവരുടെ ഒരു ക്യാരക്ടർ, അവരുടെ അനുഭവങ്ങൾ ഒക്കെ വളരെ ഹോണ്ടിങ് ആയിരുന്നു. ഓർക്കുമ്പോൾ തന്നെ ഒരു തരിപ്പാണ് മനസ്സിലുണ്ടാവുക എന്ന് പറയാം. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ പ്രാധാന്യം നൽകാനും തിരക്കഥയിൽ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കലി പതിവ് പോലെ തന്നെ ടോപ്പ് നോച്ച് ആണ് ഈ സീസണും. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഓരോ സെറ്റ്സ് ഒക്കെ എന്തൊരു അന്യായമാണ്. ഓരോ സീസണിലും ഇവര് ഓരോ ഗെയിംസിലും വരുന്ന സെറ്റുകൾ ഓരോ തവണ കൂടുമ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇടയ്ക്ക് നല്ല സ്ലോ ആണ് സീരീസ്. ഈ 6 എപ്പിസോഡ് ഉള്ളതിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇവർക്ക് വെട്ടിക്കുറയ്ക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ലെങ്ത് മൊത്തത്തിൽ നല്ലതുപോലെ കുറഞ്ഞേനെ എന്ന് തോന്നി. എനിക്ക് ഇടയ്ക്കൊക്കെ അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം തീർന്നു കഴിഞ്ഞ് ഈ ലാസ്റ്റ് പോലീസ് വരുന്ന നമ്മുടെ 90കളിലെ മലയാളം പടങ്ങളിലും അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യൻ പടങ്ങളിൽ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഇപ്പോഴും ഇതിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. 3 സീസൺ വരെ ഒരാൾ ഇങ്ങനെ ഒരു ഐലൻഡ് തപ്പി നടന്നിട്ട് എന്റെ ബ്രോ. പിന്നെ ഇതിലെ VIP-കളുടെ കാര്യത്തിലും എനിക്ക് കുറച്ച് നിരാശയുണ്ട്. ഇങ്ങനെ കുറച്ച് പോരായ്മകളും കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് നിരാശകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഈ സീസൺ തീർന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി വേണമല്ലോ. അപ്പൊ ആകെ മൊത്തം ടോട്ടലിൽ ഈ സീസൺ അങ്ങനെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, നല്ലതാണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള എൻഡിങ് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഫസ്റ്റ് സീസൺ കണ്ടിട്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ച ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട, ബാക്കി കൂടി കണ്ടോളൂ. വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഫസ്റ്റ് സീസൺ പണ്ട് ഒറിജിനൽ കൊറിയനിൽ തന്നെയാണ് കണ്ടത്, സബ് ടൈറ്റിൽ വെച്ചിട്ട്. പക്ഷെ ഇത്തവണ ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് തമിഴ് ഡബിങ്ങിലാണ് കണ്ടത്. ഡീസന്റ് ഡബിങ് ആയിരുന്നു. പിന്നെ ഇത് 18+ ആണ്. സെക്ഷൽ കണ്ടന്റ് കൊണ്ടല്ല, ഗോർ, വയലൻസ്, പിന്നെ ചില ബാഡ് വേർഡ്സ്, കുറെ ട്രിഗറിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിലുള്ളത് കൊണ്ട്. ഈ സീസണിൽ 1 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണുള്ളത്. ഇനി ഇതിന് റേറ്റിംഗ് നൽകണമെങ്കിൽ ഞാൻ ഈ സീസണിന് ഒരു 7.5 ഔട്ട് ഓഫ് 10 കൊടുക്കും. ആൻഡ് മൊത്തം സീസണും കൂടി, അതായത് മൊത്തം ഈ സീരീസിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.